UDF ഭരിച്ചുകൊണ്ടിരുന്ന കുറേ പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കും. ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും വൻ വിജയം നേടും. 7 മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് ഇപ്പോൾ 3 മുനിസിപ്പാലിറ്റി മാത്രമേ ഉള്ളൂ. 2 മുനിസിപ്പാലിറ്റി കൂടി ഞങ്ങൾ പിടിച്ചെടുക്കും. ചിലപ്പോൾ അതിനേക്കാളേറെ വരും. അത് അത്ഭുതമായിട്ട് നാളെ നിങ്ങൾക്ക് പ്രഖ്യാപിക്കാം. അത് ഇപ്പോൾ പ്രവചിക്കുന്ന അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ പിടിക്കും. നിങ്ങൾക്ക് പറഞ്ഞല്ലോ 2 ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മുനിസിപ്പാലിറ്റിയും ഞങ്ങൾ ജയിക്കുമെന്ന ഒരു പ്രതീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് വോട്ടെണ്ണി പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കൊടുവള്ളി ജയിക്കുമെന്നാണ് കൊടുവള്ളിയിലെ പ്രവർത്തകരുടെ ഒക്കെ അഭിപ്രായം. പയ്യോളി ജയിക്കുമെന്ന് പറയുന്നുണ്ട്. ഗിരീഷൻ്റെ അടുത്തുണ്ട്. ഗിരീഷ് നേതൃത്വം കൊടുത്ത രാമനാട്ടുകരയും ഫറൂഖും ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരവസ്ഥ. അപ്പോൾ നാളെ വോട്ടെണ്ണി പറയേണ്ടതാണ്. കാരണം അതൊരു ബലാബലത്തിൻ്റെ അകത്ത് നമ്മൾ പ്രവർത്തനത്തിൻ്റെ മുന്നേറ്റം കണ്ട് മാത്രം പ്രവചിക്കേണ്ട കാര്യമല്ല. അത് സ്വാഭാവികമായിട്ടും ചില പഞ്ചായത്തുകളൊക്കെ ഇപ്പം LDF UDF നിന്ന് LDF പിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും അട്ടിമറിയോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ബലാബലത്തിലെ വലിയ ചേഞ്ചിങ്ങോ നടക്കാത്തൊരു സ്ഥലത്ത് ഞങ്ങൾ ജയിക്കും എന്ന് പ്രഖ്യാപിക്കുന്നത് ശരിയില്ല. അത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇനി ആവർത്തിക്കുന്നതിന് അർത്ഥമല്ല. ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ വ്യക്തമാണ്. കാരണം ആക്രമണോത്സുകമായ വർഗീയതയുമായി BJPയും കേന്ദ്രഭരണവും പോകുമ്പോൾ അവരോടൊപ്പം തന്നെ ഒരു വർഗീയ മുന്നണിയായി UDF പരസ്യപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. ഇസ്ലാമിക ഭരണകൂടത്തെ കാംക്ഷിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ലോകോത്തരം ഏറ്റവും വലിയ ഭീകരവാദത്തിന് പോലും കൂട്ടുനിൽക്കുകയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയെ UDF കൂട്ടിയത് മുസ്ലിം ജനസാമാന്യത്തിനകത്ത് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞാണ്. അത് UDFനെ പൂർണ്ണമായും തകർക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോവുക. ഈ തെരഞ്ഞെടുപ്പിനകത്ത് അത് UDFന് മനസ്സിലാകും. UDFും BJPയും ഒരു നാണയത്തിൻ്റെ അച്ചും പുള്ളിയും എന്ന് പറയുന്ന പോലെ തന്നെ വർഗീയവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് വർഗീയതയുടെ മുഖമൂടി ആയിരുന്നു UDF ഇന്നേവരെ അണിഞ്ഞതെങ്കിൽ ആ മുഖമൂടി വലിച്ചെറിഞ്ഞ് പരസ്യമായി തന്നെ വർഗീയതയെ കൂട്ടുന്ന അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF കാണിച്ചത്.